അല്ല അത് നമുക്ക് പറയാൻ പറ്റും. രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ വിജയിച്ചതെല്ലാം അല്ല തൊട്ടതെല്ലാം പിന്നെ കൈക്കലാക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. മലയാളിയായ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് അല്ല സോറി പിന്നെ കർണാടകയിൽ നിന്ന് രാജ്യസഭയിൽ എത്തുന്നു. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലത്. അതേസമയം പിന്നെ അദ്ദേഹം 2014 മോഡിയെ കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് അധികം താമസിക്കാതെ മിനിസ്ട്രിയിൽ എത്തുന്നു, മന്ത്രിയാവുന്നു. അങ്ങനെ ഇതുവരെ തൊട്ടതല്ല. പിന്നെ എറണാകുളമായിട്ട് അദ്ദേഹം ചാനൽ തുടങ്ങുന്നു. അത് നല്ല രീതിയിൽ തന്നെ അവർ പിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാള് മത്സരരംഗത്ത് വരും ഒന്നും കാണാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി ഒക്കെ നോക്കുന്നത് ഏതോ ടീം അദ്ദേഹത്തിന് പിന്നുണ്ടെന്ന് ഫീൽ എനിക്കുണ്ട്. കാരണം തിരുവനന്തപുരത്ത് വെച്ചൊരു ഫ്ലെക്സിലൊക്കെ കാണുന്നത് രാജീവ് നമ്മൾ രാജീവ് ഗാന്ധിനെ വിചാരിക്കും. മാറ്റം കൊണ്ടുവരാൻ രാജീവ് എന്നാണ്, അതായത് രാജീവ് ചന്ദ്രശേഖർ എന്നല്ല. അപ്പൊ രാജീവ് ഗാന്ധിയാണ് ഇന്ന് കാണുന്ന ഐ ടി റവല്യൂഷൻ ഒക്കെ ഇന്ത്യയെ കൊണ്ടുവന്നത്. അത് ബോധമുള്ളവർക്ക് അറിയാം. അപ്പൊ അത് റെസണേറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് തോന്നുന്നു ഏതോ ശക്തമായിട്ടുള്ള ടീം അദ്ദേഹത്തെ പിന്നാലെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തുന്നത്. പിന്നെ അദ്ദേഹം പിന്നെ ഇവിടെ BJP സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണം ഈ കോവളം, പിന്നെ നെയ്യാറ്റിൻകര, പാറശാല ഈ പ്രദേശങ്ങള് നാടാർ ബെൽറ്റ് ഉണ്ട്, ഇവിടെ നിന്നുള്ള വോട്ടുകളാണ്. അപ്പൊ അവരുമായിട്ട് അവർ ശശി തരൂരിന് ഇട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ്. പക്ഷെ BJP വിഷയമായിട്ട് ബന്ധപ്പെട്ട ശശി തരൂരായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം BJP വിഷയമായിട്ട് ബന്ധപ്പെട്ടും മറ്റും ഈ 3 രാഷ്ട്രീയ പാർട്ടികളായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവർ അപ്പം തമ്മിൽ ഭേദപ്പെട്ട തൊമ്മനല്ലേ അവർക്ക് എലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരുമായിട്ട് നെഗോഷിയേഷൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ സാധ്യത ഉണ്ടാവും, അവിടെ ആരും അറിയണമെന്നില്ല. പിന്നെ BJPയുടെ അവിടെയുള്ള വോട്ട്, BJPക്കാരുടെ പ്രശ്നം വെച്ചാൽ അവർ പുറത്തുനിന്ന് വരുത്താൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വലിക്കും. പക്ഷെ വലിക്കരുതെന്നും അങ്ങനെ വലിച്ച 8ന്റെ പണി കൊടുക്കും എന്നൊക്കെ 3 നിർദ്ദേശം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ വോട്ട് കൃത്യമായിട്ട് വീഴുകയും അത് സിറ്റിയിലുള്ള BJPയുടെ വോട്ട് കൃത്യമായിട്ട് വീഴുകയും ഈ പറയുന്ന ഈ നാടാര് വോട്ടിലും അതുപോലെ CSI വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ചന്ദ്രശേഖരന് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം ചന്ദ്രശേഖർ ജയിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. സോഫ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ശശി തരൂർ തന്നെയാണ് ഡോമിനന്റ്. ശശി തരൂരിനെ ഇവിടെ തോൽപ്പിക്കാൻ സാധാരണ മോഡിയെ പോലുള്ള കാൻഡിഡേറ്റ് വന്നാലേ പറ്റുള്ളൂ. ഒരു മോഡി അല്ലെങ്കിൽ പോലും ഒരു 50% മോഡിയാണ് ഈ ചന്ദ്രശേഖർ. പിന്നെ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് അത്ര എളുപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്നതൊന്നും ആവണമെന്നില്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനതൊന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ. പക്ഷെ തൃശ്ശൂരിൽ പറയുന്ന പോലെ മേൽക്കൈ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂർ നമുക്ക് ഏതായാലും ഗ്രൗണ്ടിലുള്ള റിയാലിറ്റീസ് ഏതാണ്ടൊക്കെ അറിയാം. തൃശ്ശൂർ രാഹുൽ ചന്ദ്രശേഖർ എന്ന് വെച്ചാൽ അദ്ദേഹം വേറൊരു ടൈപ്പ് മനുഷ്യനാണ്. മാരീജൻ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു ടൈപ്പ് മനുഷ്യനാണ്. ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ഓപ്പറേഷൻ നടക്കുന്നത് നമുക്കറിയില്ല. പന്നി രവീന്ദ്രൻ ജനകീയനാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രോമിനന്റ് സ്ഥാനാർത്ഥിയല്ല. ശശി തരൂരാണ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ ഡോമിനൻസ് ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ഫീൽഡിലേക്ക് നേരിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇദ്ദേഹം വേറൊരു ടൈപ്പ് ഹൈടെക് സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഇതിൽ ഏത് വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശശി തരൂരിന് ഡോമിനൻസ് ഉണ്ടെന്ന് ഇപ്പൊ കാണാൻ പറ്റും. പക്ഷെ ത്രികോണ മത്സരത്തിന്റെ സാധ്യതകൾ നമുക്ക് ശക്തമായി ഉള്ളൊരു സ്ഥലമാണ്. കാരണം BJP ശക്തമായ വോട്ടുണ്ട്, കോൺഗ്രസിനുണ്ട്, അതുപോലെ തന്നെ LDFന് ശക്തമായ വോട്ടുണ്ട്. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്തെങ്കിലും ഏതൊക്കെയാണ് കറൻസ് എങ്ങോട്ടാണ്, ഒഴുക്ക് എങ്ങോട്ടാണ് നമുക്ക് ഇനിയും വ്യക്തമാവേണ്ടതായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ബ്ലാക്ക് ഹോഴ്സ് ഉണ്ടായിട്ട് വരുമോ, കറുത്ത കുതിര ഉണ്ടായിട്ട് വരുമോ എന്നും പറയാൻ പറ്റില്ല. ഇത്തവണ വ്യക്തമായിരിക്കുമ്പോഴും ഷാലോ വാട്ടറിലുള്ള ചുഴികൾ പോലെ എന്തോ തിരുവനന്തപുരത്ത് കിടക്കുന്നുണ്ട് ഒരു ഫീൽ എനിക്കുണ്ട്. CPIക്ക് വേറെ ആരാ നിർത്താനുള്ളത്? ഏതാവും ഇല്ലല്ലോ. യങ്സ്റ്റേഴ്സ് കൊള്ളാവുന്ന ആരും ഇല്ല. പിന്നെ ഈ പഴയ ഹോഴ്സസിനെ തന്നെ നിർത്താൻ പറ്റില്ല. അതിൽ ഇവര് രണ്ടുപേര് ഹൈടെക് ആയതുകൊണ്ട് പന്നിയും ജനകീയ എന്നുള്ള മുഖം അതാണ് പോസ്റ്ററിലൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ക്യാപ്ഷനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ജനകീയനായ പന്നിനെ ഈ പറയുന്ന ഹൈടെക്കുകാർക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ള ഒരു തന്ത്രമായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഉള്ള ആളുകളല്ലേ നിർത്താൻ പറ്റുക. അല്ലെങ്കിൽ വേറെ ചില സ്ഥലത്ത് മുമ്പ് ഇവിടെ തന്നെ ചെയ്ത പോലെ ആരും വിലക്കെടുത്ത് കൊണ്ടുവരുന്നത്. വിലക്കെടുത്ത് കൊണ്ടുവന്നാൽ വലിയ പ്രശ്നമായി മാറും. മൊത്തം മറ്റു മണ്ഡലങ്ങളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. ഇവിടെ മുമ്പ് അവരത് ചെയ്തിട്ടുണ്ട്. ഉള്ള ആളുകളല്ലേ നിർത്താൻ പറ്റുള്ളൂ.